ചിലർ പെട്ടെന്ന് മരണപ്പെടുന്നു. ചിലർ ഒരുപാട് നാൾ ജീവിച്ച ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നു. നേരത്തെ മരണപ്പെട്ടവർക്ക് റബ്ബ് ആയുസ് നീട്ടി കൊടുത്തിരുന്നുവെങ്കിൽ അവരും സത്യം മനസ്സിലാക്കി ജീവിതം നന്നാക്കുമായിരുന്നില്ലേ? റബ്ബ് നേരത്തെ വിളിച്ചത് കൊണ്ടല്ലേ അപ്പോൾ അനീതിയല്ലേ അവരോട് കാണിച്ചത് എന്നാണ് ഒരു ശ്രോതാവ് ചോദിക്കുന്നത്. കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു നല്ല ആകാംക്ഷയോടെ ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താണ് നമുക്ക് ആ ഒരു ശ്രോതാവിനോട് പറയാനുള്ളത്? എത്രയോ ആളുകൾ ദീർഘായുസ് നൽകപ്പെട്ട് ഈ ദുനിയാവിൽ ആ ദീർഘായുസിൽ അള്ളാഹു നൽകിയ അത്രയും ആയുസ് അള്ളാഹ്ക്കെതിരിൽ പറഞ്ഞും അള്ളാഹ്ക്കെതിരിൽ പ്രചരണം നടത്തിയും പ്രബോധനം നടത്തിയും കഴിയുന്ന ആളുകളുണ്ട്. ദീർഘായുസ് ഒരു മാനദണ്ഡമൊന്നുമില്ല. ദീർഘായുസ് ഉണ്ടായിരുന്നുവെങ്കിൽ നന്നാകും, എന്നിട്ട് നന്നായിട്ട് ചെയ്യും എന്നുള്ളതാണ്. അതൊക്കെ ഭാവിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഭാവിയെക്കുറിച്ച് അറിയുന്നവനിലേക്ക് അതൊക്കെ വിടുക എന്നുള്ളതാണ്. അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. സൃഷ്ടിച്ചവനാണ് അറിയുക സൃഷ്ടിയെക്കുറിച്ച്. ആ സൃഷ്ടാവ് സസൂക്ഷ്മം അറിയുന്നവനും കാര്യങ്ങൾ വളരെ കൃത്യമായി സുതാര്യമായി നിർവഹിക്കുന്നവനും ആണ് എന്നിരിക്കെ ആയ അള്ളാഹുവാണ്, അവനാണ് സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആ സൃഷ്ടാവിലേക്ക് വിടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം എത്രയോ ആളുകൾ അവരുടെ ബാല്യത്തിൽ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് ഏറ്റവും കാരുണ്യം, റഹ്മത്ത്. കാരണം ചെറുപ്രായത്തിൽ മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എന്തായാലും ഇവിടെ നിത്യായുസില്ല, ശാശ്വതത്തല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ഇറങ്ങണം അല്ലേ? ഏറിയാൽ എത്രയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ശാശ്വതത്വം അള്ളാഹു പറഞ്ഞ പരലോകത്താണ്. ആ പരലോകത്ത് നിത്യജീവനിൽ സ്വർഗത്തിൽ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അവസരം നൽകുന്നവരാണ് ചെറുപ്പത്തിൽ മരണപ്പെടുന്നവർ ആരായാലും. അപ്പോൾ ആ ചെറുപ്പത്തിൽ മരണപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു അനുഗ്രഹമാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ ഒരാളെ ചെറുപ്രായത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അയാൾക്ക് സ്വർഗാർഹനായി ആ മരണം മുതൽ അങ്ങോട്ട് അയാൾക്ക് നിത്യജീവൻ കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെടുത്തു എന്നതിനാൽ അതൊരു അന്യായമൊന്നുമല്ല, അനീതിയൊന്നുമല്ല, അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ആളുകൾ ഈ ഭൗതികതയിലേക്ക് നോക്കേണ്ടത് കേവലം നമ്മുടെ അല്പമായ ദൃഷ്ടി കൊണ്ടോ വീക്ഷണം കൊണ്ടോ അല്ല. മനസ്സിലല്ലേ? അത് ആലോചിക്കാൻ തന്നെ ഞാൻ ആദ്യം ആ ചോദ്യം പറഞ്ഞത്. എത്രയോ മൂത്ത് നിറച്ച ആളുകളുണ്ട്. പഠിച്ചവൻ കൊടുത്ത കഴിവ്, പഠിച്ചവൻ കൊടുത്ത സംസാരശേഷി, പഠിച്ചവൻ കൊടുത്ത നാവ്, അതുകൊണ്ട് പഠിച്ച റബ്ബിനെതിരിൽ സംസാരിക്കുന്ന, കൊഞ്ഞനം കുത്തുന്ന എത്ര മനുഷ്യന്മാർ, അള്ളാഹുവിനോട് കൊമ്പ് കോർക്കാൻ വൃദ്ധാശ്രമിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അതൊന്നും ഒരു അടിസ്ഥാനവും മാനദണ്ഡവും അല്ല. ഈ നമ്മൾ ബഹുമാന്യ ചോദ്യകർത്താവ് അദ്ദേഹത്തിന് അറിയാനുള്ള ത്വരയാണ്. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇസ്തിഖാമത്തിന് വേണ്ടി തേടുക, പഠിച്ചവനോട് ഇഹപര രക്ഷയ്ക്ക് വേണ്ടി തേടുക. അതാണ് കരണീയം. അള്ളാഹുവിനോട് നന്മയ്ക്ക് വേണ്ടിയിട്ട് തേടുക, ഇഹത്തിലെയും പരത്തിലെയും നന്മകൾക്ക് വേണ്ടിയിട്ട് തേടുക. ആയുസ് കുറച്ചാലും കൂട്ടിയാലും ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആര്? അപ്പോൾ പറഞ്ഞത് മൻ താല ഉംറുഹു വഹസുന അമലുഹു. കുറേ കാലം ജീവിച്ചു നല്ലത് ചെയ്തവൻ, നല്ലത് ചെയ്തുകൊണ്ട് കുറേ കാലം ജീവിച്ചവൻ ആരാണ്? അയാൾ നല്ലത്. അപ്പോൾ അയ്യുന്നാസി ഷർ, ജനങ്ങളിൽ ഏറ്റവും മോശക്കാരനാണെന്ന് ചോദിച്ചാൽ മൻ താല ഉംറുഹു വസാ അമലുഹു, കുറേ കാലം ജീവിച്ചു കർമ്മങ്ങൾ മുഴുവൻ ദുഷിച്ചത്, അത്തരക്കാരാണ് ഏറ്റവും മോശം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആയുസ് കുറേ കാലം എന്നുള്ളതല്ല, പിന്നെ ആയുസ്സിൽ നന്മ ചെയ്യുക എന്നുള്ളതാണ്. പടച്ച റബ്ബ് എത്രയാണോ ഇവിടെ തനിക്ക് വിരിച്ചത് അത് നല്ലത് ചെയ്യാനുള്ള ഒരു തുറവിയിൽ അതിന് പടച്ചവനോട് തേടുക എന്നുള്ളതാണ് വേണ്ടത്. എത്രയോ മഹാന്മാർ ഇവിടെ ജീവിച്ചു പോയി, കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷേ അവർ നിത്യമായി ജീവിക്കുന്നത് പോലെയാണ് ഇവിടെ. മനസ്സിലായില്ലേ? എത്രയോ ആളുകൾ. ഇപ്പോൾ ചില സഹാബികളുടെയൊക്കെ ചരിത്രം വായിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു 33 വർഷം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉലമാക്കൾ പരലോക കോടതിയിൽ വരുമ്പോൾ അവർ ഉലമാക്കളിൽ നിന്നൊരു റബുവത്ത്, അല്ലെങ്കിൽ എന്താണ് പറയുക, റബുവ പ്രയോഗം എനിക്ക് തോന്നുന്നത് കല്ലെറിഞ്ഞാലെത്തുന്ന ദൂരം മുന്നിൽ ഉലമാക്കളെ നയിക്കുന്നവനായിരിക്കും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്നാണ്. 33 വയസ്സുകാരൻ റളിയല്ലാഹു തആല അൻഹു. എത്ര പ്രമുഖ സഹാബികൾ, അവരൊക്കെ ചെറുപ്രായത്തിൽ ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞ മഹത്തുക്കളാണ്. സഅദ് ബിൻ മുആദിനെ പോലുള്ള, സഅദ് ബിൻ റബീഇനെ പോലുള്ള
സഹാബികൾ ഒക്കെ. അപ്പോൾ പിന്നെ അത് അല്ല അതിൻ്റെ ഒരു വിഷയം. ഇപ്പം അയിമത്തുകളുടെ ചരിത്രം വായിക്കുകയാണെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 150 ജനിച്ച് 204 മരിച്ചു. 54 വർഷമേ ജീവിച്ചിട്ടുള്ളൂ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വൈജ്ഞാനിക പ്രസരിപ്പ് ഏൽക്കാത്ത നാടുകളില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ചെറുപ്രായത്തിൽ മരിച്ച മഹാനാണ്. ഇമാം നവവിയുടെ രചനകളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്താണ് ഇമാം നവവിയുടെ റിയാദുസ് സാലിഹീൻ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അതേപോലെ ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിം, ഇമാം നവവിയുടെ അൽ മുജ്മു, ഷിറാസിയുടെ മുഹദ്ദബിൻ്റെ ഷറഹ്, ഇങ്ങനെയുള്ള മഹാൻ രചനകൾ എത്ര. അപ്പോൾ പിന്നെ അൽഹംദുലില്ലാ വയസ്സ് ഇനിയിപ്പോൾ അതിപ്പോൾ രചനകളുടെയും വിജ്ഞാനത്തിൻ്റെയും ഒരു വിഷയം മാത്രമല്ല കേട്ടോ. അപ്പോൾ ചില ആളുകളുടെയൊക്കെ സേവനങ്ങളും സാഹസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പടച്ച റബ്ബിന് പ്രീതിപ്പെടുന്ന രീതിയിൽ അവർ കുറച്ച് വയസ്സായിട്ടുണ്ടെങ്കിലും ചിലർ ഇസ്ലാമിൽ അവരുടെ വയസ്സ് ചിലരെ കുറിച്ച് പറയും ആമില ഖലീലൻ വനാല കസീറൻ, കുറച്ചേ ചെയ്തതുള്ളൂ പക്ഷേ വലിയതാണ് കിട്ടിയത് അല്ലേ. അതിൽ പെട്ടതാണ് മുഖൈരീഖ്, ഒരു ജൂതൻ. ഇസ്ലാമിൽ വയസ്സ് വളരെ കുറവാണ് അദ്ദേഹത്തിന്. മുഖൈരീഖ് എന്ന് പറയുന്ന യഹൂദൻ. അദ്ദേഹം ബനു നദീർ ജൂത ഗോത്രക്കാരനാണ്. അപ്പോൾ മുശ്രിക്കുകളുടെ പട വന്നു ഇവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക്, ഉഹദിലേക്ക്, ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭം. അപ്പം മദീനയിലേക്ക് മുശ്രിക്കുകൾ 3000 വരുന്ന ആളുകൾ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ വരികയാണ്. മദീനയിലേക്ക് വരികയാണ് മക്കയിൽ നിന്ന്. മദീനയിൽ വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെ ആക്രമിക്കാനാണ് വരുന്നത്, യുദ്ധം ചെയ്യാനാണ് വരുന്നത്. യഹൂദികൾക്കറിയാം ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നബിയാണ് ഈ വന്നതെന്നുള്ളത്. അവരുടെ അസൂയപ്പുറത്ത് അവർ വിട്ടുനിൽക്കുകയാണ്. അപ്പോൾ യഹൂദികളുടെ അതിൽ സംസാരം ഉണ്ടാക്കി. കാരണം തങ്ങൾ അറിയുന്ന യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഹു എന്നാണ്. മക്കളെ തിരിച്ചറിയുന്നത് പോലെ അവർക്ക് തിരിച്ചറിയാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്രവാചകനാണെന്ന്. എന്നിട്ട് അവർ ചില ജാടകളുടെ പേരിൽ, വംശീയതയുടെ പേരിൽ വിട്ടുനിൽക്കുകയാണ്. അപ്പോൾ ഈ മുഖൈരീഖ് പറയാണ്, ജൂതരെ നിങ്ങൾക്കറിയാം ഈ പ്രവാചകൻ ഇത് സത്യമാണ് എന്നുള്ളത്. അദ്ദേഹത്തെ ആക്രമിക്കാനാണ് ഒരു വലിയ പട വരുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക്, ഇങ്ങോട്ട് യസ്രിബിലേക്ക് വരുന്നത്. ഇപ്പം നമ്മളുടെ ബാധ്യതയാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അപ്പോൾ യഹൂദർ പറഞ്ഞു ഇന്ന് സാബത്ത് നാളാണ്, സബത്താണ്, അതുകൊണ്ട് നമുക്ക് സാബത്ത് ആചരിക്കണം, യുദ്ധം പാടില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ പറ്റൂല എന്ന് പറയാണ്. അപ്പോൾ മുഖൈരീഖ് പറയാണ്, പിന്നെ നിങ്ങൾക്കൊരിക്കലും സബത്തില്ല, നിങ്ങൾക്കൊരിക്കലും വിശ്രമോ റാഹത്തോ അല്ല ജൂതരെ, നിങ്ങൾക്ക് നാശം എന്നിട്ട് പറയാണ്. അദ്ദേഹത്തിന് 7 വലിയ തോട്ടങ്ങളുണ്ടായിരുന്നു മദീനയിൽ, വലിയ തോട്ടങ്ങൾ, ഇന്നും അത് അത്ഭുതങ്ങളാണ്. ആ 7 തോട്ടങ്ങൾ, അതിലൊന്നാണ് മഷ്റൂബ, അതേപോലെ സാഫിയ, പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 7 തോട്ടങ്ങൾ. ഈ 7 വലിയ തോട്ടങ്ങൾ അദ്ദേഹം പറയാണ്, എൻ്റെ ഈ തോട്ടങ്ങൾ ഞാൻ ഇത് മുഹമ്മദിന് സദഖയാക്കിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും പറ്റും, ഞാൻ പോവുകയാണ്, ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, എനിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ തോട്ടങ്ങൾ നിങ്ങൾക്കല്ല, ഇത് ഞാൻ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇത് ഇസ്ലാമിന് ദാനാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് പ്രഖ്യാപിച്ച്, ഇസ്ലാമിലെ ആദ്യത്തെ വഖഫുമാണത്. അദ്ദേഹം പോയി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇക്കാര്യം പറഞ്ഞ്, എൻ്റെ തോട്ടങ്ങൾ അത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉഹുദിൽ പങ്കെടുത്തു. എന്നിട്ട് ഷഹീദായി, ഉഹുദിൽ കൊല്ലപ്പെട്ടു, ഷഹീദാണ് കൊല്ലപ്പെട്ടു. റസൂൽ പറയുന്നുണ്ട്, മുഖൈരീഖ് ഖൈറു യഹൂദ്, ജൂതരിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് മുഖൈരീഖ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും പിന്നെ അദ്ദേഹം ഉണ്ടല്ലോ ഇസ്ലാമിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ വന്നിട്ട് കുറച്ച് സമയം മാത്രമേ ജീവിച്ചതുള്ളൂ, പക്ഷേ നേടിയത് വലിയതാണ്. അതേപോലെ പിന്നെ ഒരു വ്യക്തി പിന്നെ വന്നു മദീനക്കാരിൽ, ഈ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രം എന്ന് പറഞ്ഞെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു കൂട്ടർ അവരുടെ ഗോത്രമാണ്. ഈ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരിൽ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് തന്നെ മിസ്അബ് റളിയല്ലാഹു അൻഹുവും പിന്നെ അസ്അദ് ബിൻ സുറാറയും സഅദ് ബിൻ മുആദ് കൂട്ടരൊക്കെ ദഅവത്ത് നടത്തിയിട്ട് അവർ ഏറെക്കുറെയൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഒരാളെത്തിയാണ് ബാക്കിയായത്. ആ ബാക്കിയായ വ്യക്തി പിന്നെ ഉഹുദ് യുദ്ധം വരെ ഇസ്ലാം സ്വീകരിച്ചില്ല. ഉഹുദ് യുദ്ധ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ യുദ്ധവേഷം ധരിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. മുസ്ലിമല്ല, യുദ്ധവേഷത്തിൽ വന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മുസ്ലിം മുഖാത്തിൽ, ഞാൻ ഇസ്ലാം സ്വീകരിക്കണോ അതല്ല ഞാൻ ഖിതാൽ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണോ? മുശ്രിക്കാണ്, ഇസ്ലാം മുസ്ലിമല്ല. അപ്പോൾ റസൂൽ പറയാണ്, അസ്ലിം സുമ്മ ഖാത്തിൽ, ഇസ്ലാം സ്വീകരിച്ചിട്ട് ഖിതാൽ ചെയ്യാൻ പറയാണ്. അയാൾക്ക് ചില വിസമ്മതൊക്കെ ഉണ്ടായി, പക്ഷേ അദ്ദേഹം പിന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അദ്ദേഹം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ആ വേഷത്തിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം അവിടെ വെച്ച് മരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. ആ ഇറങ്ങിയിട്ട് ഒരു സുജൂദ് പോലും ചെയ്തില്ല.
അവർ ഇസ്ലാസ്ലം തങ്ങൾ പറയാണ് അമില യസീറൻ വനാല കസീറൻ, വളരെ കുറച്ചേ ചെയ്തതുള്ളൂ പക്ഷേ വലിയതാണ് അദ്ദേഹം നേടിയത് എന്ന് പറയണം. ലം യസ്ജുദിലില്ലാഹി സജദത്തൻ, അള്ളാഹ്ക്കൊരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, പക്ഷേ അയാൾ സ്വർഗത്തിലേക്കൊരു ഷഹീദായിട്ട് പോകുന്ന വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതൊരു ഉദാഹരിച്ചതെന്ന് വെച്ചാൽ എത്ര ആയുസ് എന്നുള്ളതല്ല, ആ ആയുസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെയല്ല ജീവിതം വൈനൽ ആഖിറത്തല്ല ഹിയൽ ഹയവാൻ, പരലോകത്താണ് ജീവിതം. ഇത് ഇവിടെ എന്ത് ജീവിതം? ഇവിടെ നമ്മൾ ഉണ്ണുന്നു, ഉറങ്ങുന്നു, അതേപോലെ തന്നെ പണ്ട് ആൾ പറഞ്ഞ പോലെ ഉണ്ണിയെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന മാതിരി ഇവിടെ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള നശ്വരമായിട്ടുള്ള ചില പരീക്ഷണത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു കർമ്മത്തിൻ്റെയും ഭൂമി മാത്രമാണ്. യഥാർത്ഥ ജീവിതം ഇത് പരലോക ജീവിതമാണ്. അവിടേക്ക് വേണ്ടത് ഇവിടെ കിട്ടിയ നിശ്വാസങ്ങളിൽ നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ നല്ലത് ചെയ്യാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് തേടുക. പിന്നെ നമ്മുടെ ഈ ദുനിയാവ് നമുക്ക് അനുകൂലമായിട്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് തേടുക. പാരത്രിക ജീവിതം ക്ഷേമമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഇവിടെ അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കുറേ കാലം ജീവിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ അല്ലേ. അത് കുറച്ചാണെങ്കിൽ അങ്ങനെ, അത് അള്ളാഹ്ക്ക് മാത്രം അറിയണ കാര്യങ്ങൾ നമ്മളതിൽ ഇടപെട്ടിട്ട് നമ്മൾ ചിന്തരപ്പാക്കിയിട്ട് ഇങ്ങനെ പറയുന്നതിലൊരർത്ഥമല്ല ശരിക്ക്. ഞാൻ കുറേ കാലം ജീവിച്ചിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്ത ചില സഹാബികൾ തിരുത്തേണ്ട അതാണ്. അവർക്കൊരാഗ്രഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നെങ്കിൽ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിലരാഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ സഹാബികൾ തിരുത്തുന്നുണ്ട്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരത്ത് ജീവിച്ചവരാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. ആ നബിയെ കണ്ടിരുന്ന ഞങ്ങളിൽ പലരും അള്ളാഹു ഹിദായത്ത് നൽകിയിരുന്നുവെങ്കിൽ ആ നബി കാരണത്താൽ കാരണം എന്താ, അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിരായിരുന്നു. എതിരായിരുന്നു. അള്ളാഹു കനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചില ആളുകളൊക്കെ വന്നത്. ഇപ്പോൾ ഉമൈർ ഇബ്നു വഹബുൽ ജമഹി അല്ലേ, 40 ദിവസം കണ്ട് വിഷത്തിൽ ഒരായുധം വെച്ച് അത് വിഷം നല്ലോണം തീണ്ടിയതിന് ശേഷം അതേറ്റാണ് മദീനയിലേക്ക് വരുന്നത്. പിന്നെ മസ്ജിദ് നബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ്. വലിയ കൊടിയ ശത്രുവായിരുന്നു, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു ഈ ഉമൈർ ഇബ്നു വഹബുൽ ജമഹി, ബനു ജമഹ് ഗോത്രക്കാരൻ. ഈ ഉമയ്യ ഇബ്നു ഖലഫിൻ്റെയും ഉബയ്യ ഇബ്നു ഖലഫിൻ്റെയൊക്കെ കൂട്ടരാണ് അവർ. ഈ ബനു ജമഹ് ഗോത്രം ഭയങ്കര ശത്രുക്കളായിരുന്നു ഇസ്ലാമിനോട്. അപ്പോൾ ഈ ഉമൈർ വരുമ്പോൾ തന്നെ ഉമറൊക്കെ പറയുന്നുണ്ട്, ബദർ യുദ്ധത്തെ തുടർന്നാണ് വരുന്നത്, നീജൻ ഉമൈർ വരുന്നു റസൂലെന്ന് പറയാണ്. പിന്നെ അയാൾ വന്നാൽ എന്താകുക എന്നുള്ളത് അറിയാം, മദീനയിലേക്കാണ് വരുന്നത്. അങ്ങനെ മസ്ജിദ് നബവിൻ്റെ വാതിൽക്ക് എന്നിട്ട് റസൂലുള്ളാഹിനെ നോക്കിയിട്ട് പറയാണ്, ഓമു സബാഹൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ റസൂൽ പറയാണ്, അതിനേക്കാൾ നല്ല തഹിയ്യത്ത് അഭിവാദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രതികരിച്ചു. അപ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയം, ബദറിലെ യുദ്ധബന്ദികളുണ്ടല്ലോ മുശ്രിക്കുകൾ, അവർ വിഷയം പറയാനാണ് വന്നതെന്ന് പറയാണ്. അപ്പോൾ പിന്നെ ഈ അരയിൽ കരുതിയ ആയുധമുണ്ടല്ലോ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, ഇതെന്തിനാണെന്ന്. അപ്പോൾ പറയാണ്, പിന്നെ ഷാഹത്തി സുയൂഫ്, വാളുകൾക്ക് നാശം, ഈ വാളുകൾക്ക് വല്ല ഗുണമുണ്ടായിരുന്നുവെങ്കിൽ ബദറിൽ ഞങ്ങൾ ജയിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ റസൂൽ പറയാണ്, അല്ല ഉമൈർ, അതിനല്ല വന്നത്, ബന്ദികളുടെ വിഷയം പറയാനും അല്ല വന്നത്, വാള് കൊണ്ടതിൻ്റെ ലക്ഷ്യവും അതല്ല. റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമൈർ, നിങ്ങളും സഫ്വാൻ ഇബ്നു ഉമയ്യയും പിന്നെ കഅബയിൽ ഹിജറിലിരുന്നു രാത്രി, ആരോരും കേൾക്കാതെ രഹസ്യമായിട്ട് നിങ്ങളും പിന്നെ രണ്ടാളും കൂടി അടക്കം പറഞ്ഞു. അപ്പോൾ പിന്നെ സഫ്വാന് നിങ്ങൾ പറഞ്ഞ് കുട്ടികളുടെ ബാധ്യതയും കുടുംബ ബാധ്യതയും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പോയിട്ട് മുഹമ്മദിനെ കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞു, ബദറിൽ ഈ പണി ചെയ്തതിന് പകരം. അപ്പോൾ സഫ്വാൻ പറഞ്ഞു, നിങ്ങളെ കുടുംബം കുട്ടികളൊക്കെ ഞാൻ ഏറ്റെടുത്ത് സംരക്ഷിച്ചോളാം, നിങ്ങൾ പോയിട്ട് നിർവഹിച്ച് വന്നാൽ മതി, മതങ്ങളെ കൊന്നു വന്നാൽ മതി എന്നുള്ളത് സഫ്വാൻ പറഞ്ഞപ്പോൾ ആ പണി നിർവഹിക്കാൻ വേണ്ടി വന്ന ആളല്ലേ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. ആര്? സഫ്വാനും ഉമൈറിനോട്. അത് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ് മസ്ജിദ് നബിയിൽ നിന്ന്. അതോടുകൂടി ഉമൈർ ഇബ്നു വഹബുൽ ജമഹി ആലോചിക്കുകയാണ്, ഞാനും സഫ്വാനും മാത്രം ഇരുട്ടിൽ തനിച്ചിരുന്ന് ചർച്ച ചെയ്ത വിഷയമാണിത്. ഇങ്ങനെ കൃത്യമായിട്ട് മദീനയിൽ വെച്ചിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുന്നു. അവിടെ വെച്ച് കലിമയില്ലാണ് അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്,
എന്ന് അദ്ദേഹം കെലിമേലി മുസ്ലിമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പിന്നെ ആ വാള് പിന്നെ ഇസ്ലാമിൻ്റെ വാളായി മാറുകയാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇതാണ്, അള്ളാഹു ആ വെളിച്ചം നൽകിയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഉമൈർ ഈ ആയുധ റസൂലുള്ളാഹിക്ക് നേരെ പ്രയോഗിക്കും, നിത്യ നരകാഗ്നിക്ക് വിറകാകും. മനസ്സിലായോ? അപ്പോൾ പറയാണ്, പിന്നെ ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പിൽക്കാലത്ത് പറയുന്ന ആളുകളോട് പറയാണ്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് നിങ്ങളിപ്പോൾ പറയുന്നു. ഞങ്ങൾ ആ നബിയോട് ഒട്ടി ജീവിച്ച ആളുകളാണ്, നിഴലുകളായി നിന്ന ആളുകളാണ്. പക്ഷേ ഞങ്ങൾ പടച്ചോൻ ഹിദായത്ത് കനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പ്രവർത്തിച്ചിട്ട് നരകത്തിൽ പോകുന്ന അവസ്ഥയാണ്. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് പടച്ചോൻ തന്ന ഈ അവസരം, ഈ അനുഗ്രഹം, അതിനെ മനസ്സിലാക്കിയിട്ട് ജീവിക്കുക, നല്ലത് ചെയ്ത് ജീവിക്കുക, അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്ന് സഹാബി പറഞ്ഞു കൊടുത്തതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിലൊക്കെ പറയാനുള്ളത്, അത്ര വയസ്സുണ്ടായിരുന്നെങ്കിൽ ഇത്ര ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പിന്നെ ഈ മനക്കോട്ട് കെട്ടുന്നതിന് പകരം പഠിച്ചവൻ തന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയുസ് തന്നു, അവസരം തന്നു, നമ്മുടെ ജീവിതത്തെ എത്രയായാലും നമുക്ക് അനുകൂലമാക്കുക എന്നുള്ള ആലോചനയിൽ നമ്മൾ പോവുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.